ഫ്രാൻസിലെ നീസിൽ നടന്ന ഭാരത് ഇന്നോവേറ്റ്സ്. ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഭാരതവുമാണ് താരങ്ങളായത്. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപൂനന്ദിലെ ജിമാർട്ടിനൊപ്പം. പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക, അത് ലോകത്തിന് സംഭാവന നൽകുക. ഈ രണ്ട് കാര്യങ്ങളും ഇന്ത്യയുടെ DNA ഉള്ളതാണ്. ഇങ്ങനൊരു ഘടകം ഇന്ത്യയുടെ DNA ഉണ്ട് എന്ന് കണ്ടെത്തിയ ആദ്യത്തെ ഭരണാധികാരി അത് നരേന്ദ്രമോദി അല്ലാതെ മറ്റാരുമല്ല. ആഗോള ഉച്ചകോടിയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനൊപ്പം പങ്കെടുത്തുകൊണ്ട് സാങ്കേതിക വിദ്യയുടെ ഉപഭോക്താവ് എന്ന നിലയിൽ നിന്നും ലോകത്തിന് വേണ്ട പരിഹാരങ്ങൾ നൽകുന്ന രാജ്യമായി ഇന്ത്യ അതിവേഗം മാറി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള വികസനത്തിൽ നോക്കുകയാണ് എങ്കിൽ ഇന്ത്യയുടെ യുവതലമുറ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ പങ്കാളിത്തത്തെക്കുറിച്ചും അദ്ദേഹം ഉച്ചകോടിയിൽ സംസാരിച്ചു. നവീകരണവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനവും, ഇത് രണ്ടും പരസ്പരം ചേർന്ന് നിൽക്കുന്ന രണ്ട് ഘടകങ്ങളാണ്. സാങ്കേതിക വിദ്യയുടെ വികസനം കേവലം വാണിജ്യ താൽപര്യങ്ങൾക്ക് മാത്രമാകരുത്, അത് മാനവികതയ്ക്ക് നന്മ ചെയ്യുന്നതാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ യുവതലമുറ ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന പുതിയ ചിന്താഗതിയുമായാണ് പ്രവർത്തിക്കുന്നത്. അത്തരത്തിലൊരു പ്രോത്സാഹനം, സ്റ്റാർട്ടപ്പുകളുടെ ഒരു പ്രസരം, അതൊക്കെ ഭാരതത്തിലെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭാരതം ഭരിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ്. ഇന്ത്യ വേഗതയിലും വലിയ തോതിലുമാണ് പുത്തൻ ആശയങ്ങൾ നടപ്പാക്കുന്നത്. സുസ്ഥിരമായ ഒരു ഭാവിക്കായി ഇന്ത്യ നവീകരണങ്ങൾ നടത്തുന്നു. ഇന്ത്യ ലോകത്തിനു വേണ്ടിയാണ് പുതിയവ കണ്ടെത്തുന്നത്, പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഉദാഹരണങ്ങളായി അദ്ദേഹം പറഞ്ഞു, ആയിരക്കണക്കിന് വർഷങ്ങളായി ശാസ്ത്രം, ഗണിതം, യോഗ, വൈദ്യശാസ്ത്രം, ഈ മേഖലയിലൂടെ ഇന്ത്യ ലോകത്തിന് വലിയ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ DNA ഉള്ളതാണെന്നും നരേന്ദ്രമോദിയുടെ വാക്കുകൾ. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തെ ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. പേറ്റന്റ് ഫയലിംഗ് നടപടികൾ ലളിതമാക്കിയതും ഇൻക്യുബേഷൻ ശൃംഖലകൾ സ്ഥാപിച്ചതും സ്കൂളുകളിൽ അടൽ ടിങ്കറിംഗ് ലാബുകൾ ആരംഭിച്ചതും ഇതിന് ഉദാഹരണമാണ്. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സ്റ്റാർട്ടപ്പ് വ്യവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്. 2 ലക്ഷത്തിലധികം സ്റ്റാർട്ടപ്പുകളുടെ വലിയ ശേഖരമാണ് ഇന്ന് ഇന്ത്യക്കുള്ളത്. നിക്ഷേപകർക്കും സർവകലാശാലകൾക്കും സംരംഭകർക്കുമായി ഇന്ത്യയിലേക്ക് വരൂ, ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കൂ. ഡിസൈൻ ഇൻ ഇന്ത്യ, ഡെവലപ്പ് ഇൻ ഇന്ത്യ വഴി ലോകത്തിന് ആവശ്യമായ പരിഹാരങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കൂ എന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം പരസ്പര വിശ്വാസത്തിലും പങ്കുവയ്ക്കപ്പെട്ട കാഴ്ചപ്പാടുകളിലുമാണ് അധിഷ്ഠിതം. ചടങ്ങിൽ സംസാരിച്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ഫ്രാൻസിന്റെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ആർക്കുണ്ട്, ഏത് ഭരണാധികാരിക്കുണ്ട്, ഇന്ത്യ ഭരിച്ച ഏതൊരു ഭരണാധികാരിക്ക് ഉണ്ടായിരുന്നു ഇത്തരത്തിലൊരു ചങ്കൂറ്റം? മറ്റൊരു രാജ്യത്ത് പോയി ഇന്ത്യയുടെ ആശയങ്ങളിലേക്ക്, ഇന്ത്യയുടെ വികസന പാതയിലേക്ക്, ഇന്ത്യയുടെ യുവജനതയുടെ ആശയങ്ങൾ നടപ്പിലാക്കുന്ന രീതിയെക്കുറിച്ച് ഒക്കെ ഘോരം പ്രസംഗിച്ച് ഇന്ത്യയുടെ പാതയിലേക്ക് വരൂ എന്ന ആഹ്വാനം നടത്താൻ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് എല്ലാ പരിഹാരങ്ങളും ഇന്ത്യയിൽ എന്ന് ലോകം വിശ്വസിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.